ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാജ്യമാക്കണം. ഇതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അജണ്ട. പക്ഷേ പിന്നീട് ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടുകൾ മാറി മാറി വന്നു. കേരളത്തിൽ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി UDF-നൊപ്പം കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അപ്പം മുസ്ലിം ലീഗിനേക്കാൾ പ്രാധാന്യം ജമാഅത്തെ ഇസ്ലാമിക്ക് കോൺഗ്രസ് ഇപ്പോൾ നൽകുന്നു. കുറേ കാലം മുമ്പ് വരെ ഇവരുടെ ഐഡിയോളജി ഏതാണ്ട് ഇടതുപക്ഷവുമായിട്ട് ചേർന്ന് പോകുന്ന രീതിയിലാണ്. സാർ എങ്ങനെയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അല്ല, ഇതിലെ ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ആദ്യം പറഞ്ഞൊരു ചെറിയ തിരുത്ത് വേണം. ഇന്ത്യ അല്ല, ആഗോള ഇസ്ലാമിക സാമ്രാജ്യം ഉണ്ടാക്കണം എന്നുള്ളതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം. അതിൽ അവർ ഇന്ത്യയിൽ പ്രവർത്തിക്കുമ്പോൾ ഇന്ത്യ അതിനു വേണ്ടിയിട്ട് ഒരുങ്ങി ഇന്ത്യ ഒരു ഇസ്ലാമിക സാമ്രാജ്യമായി മാറണം. ആ ഇസ്ലാമിക സാമ്രാജ്യത്ത് ശരീഅത്ത് നിയമപ്രകാരമുള്ള സർക്കാർ രൂപീകരിക്കപ്പെടണം. അങ്ങനെ ശരീഅത്ത് നിയമം നടപ്പിലാക്കി ഭരണം നടത്തുക എന്നുള്ളതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം. അത് അവർ ഇസ്ലാമിക രാജ്യത്തിന് വേണ്ടിയാണ് തങ്ങൾ നിലകൊള്ളുന്നത് എന്ന വസ്തുത മറച്ചു വച്ചിട്ടില്ല. അവർ ഇസ്ലാമിക 1940 ആ കാലത്താണ് ഈ മൗദൂദി വന്നിട്ട് ഇത് ഉണ്ടാക്കുന്നത്. വഹാബിസം നടപ്പിലാക്കുന്നതിനുള്ളൊരു പ്രവർത്തനമാണ് അവർ നടത്തിയത് ജമാഅത്തെ ഇസ്ലാമി. കേരളത്തിലെ വഹാബിസത്തിൻ്റെ ഏജൻസി അവർക്കായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ആഹാരത്തിലും വസ്ത്രത്തിലും പാർപ്പിടത്തിലും വൈദ്യസഹായത്തിലും വിദ്യാഭ്യാസത്തിലുമെല്ലാം മതം കലർത്തി എടുക്കണം എന്നുള്ളതാണ് അവരുടെ നിയമം എല്ലായിടത്തും. അതിന് വേണ്ടിയിട്ട് കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഇസ്ലാമിക ഫണ്ടിങ് സ്ഥാപനത്തിൽ നിന്ന് ഇവിടെ ഹിജാബ് പ്രചരിപ്പിക്കാനും അറേബ്യൻ ആഹാര രീതികൾ പ്രചരിപ്പിക്കുന്നതിനും വേണ്ടി ഫണ്ട് കൈപ്പറ്റിയിരുന്നു ഇവർ. ആര്? ജമാഅത്തെ ഇസ്ലാമി. അതിൻ്റെ ആശയങ്ങളുടെ പ്രചരണത്തിന് വേണ്ടി ഇതുപോലെ വഹാബിസ്റ്റ് ഓർഗനൈസേഷനിൽ നിന്നും ഇസ്ലാമൈസേഷന് വേണ്ടി ഫണ്ട് സ്വീകരിച്ചുകൊണ്ട് അവർ തുടങ്ങിയതാണ് മാധ്യമവും മീഡിയ വണ്ണും അടക്കമുള്ള ചാനലുകൾ. നന്നായിട്ട് കാശ് കൊടുക്കുമായിരുന്നു അന്ന്. ഇപ്പം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നന്നായിട്ട് കാശ് കൊടുത്ത് ആ കാശ് വാങ്ങിച്ച് അവിടെ പോയി പണിയെടുക്കാൻ തയ്യാറുള്ള എല്ലാവരെയും അവരതിനകത്ത് ഉൾക്കൊണ്ടിരുന്നു. സി രാധാകൃഷ്ണൻ കുറേ കാലം അതിൻ്റെ എഡിറ്ററായിരുന്നു. നമുക്കറിയാത്തൊരു കാര്യമാണെങ്കിൽ അറിഞ്ഞോളൂ. വേണുഗോപാലക്കുറുപ്പ് അതിൻ്റെ എഡിറ്ററായിരുന്നു. PK ബാലകൃഷ്ണൻ അതിൻ്റെ എഡിറ്ററായിരുന്നു. അങ്ങനെ ഒരുപാട് പേര് പ്രഗത്ഭരായിട്ടുള്ള മാധ്യമപ്രവർത്തകരെയൊക്കെ അവരതിൻ്റെ എഡിറ്റോറിയലിൽ ഇതുപോലെ കാശ് കൊടുത്ത് വെച്ച് ഇരുത്തിയിട്ടുണ്ട്. ഇപ്പോഴാരാണ് അതിൻ്റെ എഡിറ്റർ എന്നുള്ള കാര്യം എനിക്കറിയില്ല. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ ഇവർക്ക് കുറേ കാലം ഇവർ രാഷ്ട്രീയത്തിൽ ഇടപെടുമായിരുന്നില്ല. കുറേ കാലം തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇവർ ഒന്നും മിണ്ടില്ല. ഇവരുടെ അംഗങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തിരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാനുള്ള അവകാശം കൊടുക്കുകയോ വോട്ട് ചെയ്യാതിരിക്കാനുള്ള നിർദ്ദേശം കൊടുക്കുകയോ ഒക്കെ ചെയ്യുമായിരുന്നു. ഇവരുടെ അംഗസംഖ്യ താരതമ്യേന കുറവായിരുന്നു അന്ന് അക്കാലത്ത് എന്നുള്ളത് കൊണ്ട് അവരുടെ തീരുമാനങ്ങൾ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ ഗതിവിഗതികളെ നിർണയിച്ചിരുന്നില്ല. ഇപ്പം അവസ്ഥ മാറി എന്ന് മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിയും അതിനെ തുടർന്നിട്ടുള്ള ടെറർ ഗ്രൂപ്പുകൾ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന എക്സ്ട്രീമിസ്റ്റ് സംഘങ്ങളുമായി പരസ്യമായ ഐക്യം വേണം എന്നാണ് മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്നത്. മുസ്ലിം ലീഗിൻ്റെ ആവശ്യം അതാണ്. കാരണം അവരും നമ്മുടെ കൂടെ നിൽക്കണം. മുസ്ലിം ലീഗ് പറയുന്നത് ഇന്ത്യ സഖ്യത്തിന് മുസ്ലിം വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്ത് വീഴണം. അത് UDF-ന്. അങ്ങനെ കൺസോളിഡേറ്റ് ചെയ്ത് മുസ്ലിം വോട്ടുകൾ വീഴണം എന്നുണ്ടെങ്കിൽ ആരുടെ കൂടെയും കൂടി നിൽക്കണം? ജമാഅത്തെ ഇസ്ലാമിയും കൂടി കൂട്ടണം. അവരെ നമ്മൾ കൂട്ടിയിട്ട് അവരുടെ രാഷ്ട്രീയ കക്ഷിയുമായിട്ട് പരസ്യമായിട്ട് അലയൻസ് ഉണ്ടാക്കിയിട്ട് അത് കൊടുക്കണം എന്നാണ്. സണ്ണി ജോസഫും VD സതീശനും പറയുന്നത് നമുക്ക് അങ്ങനെ ഒരു പരസ്യമായൊരു ബാന്ധവം വേണ്ട, ഒരു കല്യാണം വേണ്ട, കൂടി നിന്നാൽ മതി എന്നാണ്. കൂടി നിൽക്കുക എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ, അത് മതി എന്നാണ്. രഹസ്യമായിട്ട് നമ്മൾ അവരുമായിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോവുക, പരസ്യമായിട്ടത് വേണ്ട എന്നുള്ളതാണ്. എന്തൊരു മണ്ടന്മാരാണ് ഈ കാലത്ത്! രഹസ്യമായിട്ട് അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ അടുത്ത ദിവസം പരസ്യമാക്കപ്പെടും എന്നുള്ള കാര്യം ഇവർ അറിയണ്ടേ? അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ വന്നിരിക്കുന്നത്.
അക്കാര്യത്തിൽ മുസ്ലിം ലീഗ് ഇവരും തമ്മിൽ ഭിന്നതയുണ്ട്. പക്ഷേ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് മത താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള രാഷ്ട്രീയ കക്ഷിയാണ്. അതെ, അതിലിപ്പോൾ ആർക്കും തർക്കമില്ല. മുൻപ് അവർ എന്താണ് പറയണ, ജനാധിപത്യം വരുമായിരുന്നു, മതേതരത്വം വരുമായിരുന്നു, സെക്യുലറിസം ഇതൊക്കെ പറയുമായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം അവരെ സംബന്ധിച്ചുള്ള മതമാണ് കാര്യം. ഏത് മതം? ഇസ്ലാം മതം. അപ്പോൾ ഇസ്ലാം മതത്തിൻ്റെയും ആ മതത്തിൽ വിശ്വസിക്കുന്നവരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് മുസ്ലിം ലീഗ്. അതിലിപ്പോൾ ആർക്കും തർക്കമില്ല. അവരെല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞു. അതിപ്പോൾ KM ഷാജി അത് പരസ്യമായിട്ട് പറഞ്ഞതോടുകൂടി എല്ലാവർക്കും അംഗീകാരമായി കഴിഞ്ഞു. പിന്നെ അത് തന്നെയാണ് ഞങ്ങൾ ലക്ഷ്യമാക്കുന്നതെന്ന് PMA സലാമും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മുസ്ലിം ലീഗ് ഒരിക്കലും ഒരു സെക്കുലർ ഓർഗനൈസേഷനേ അല്ല, സെക്കുലർ രാഷ്ട്രീയ പാർട്ടിയല്ല, അതൊരു മത രാഷ്ട്രീയ പാർട്ടിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം മതത്തിലെ മുഴുവൻ പേരുടെയും വോട്ടുകൾ അവരുടെ നേതൃത്വത്തിൽ ഏകീകരിക്കപ്പെടണമെന്ന് അവർ ആഗ്രഹിക്കുന്നതിലും തെറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരൊരു പ്രബല ശക്തിയായിട്ട് കേരള രാഷ്ട്രീയത്തിൽ നിലനിൽക്കും എന്നുള്ളതാണ്. അവരുടെ ബാർഗെയിനിങ് കപ്പാസിറ്റി കൂടും, കൂടുതൽ ചോദിക്കാനും കൂടുതൽ എടുക്കാനും കഴിയും. ഇപ്പോൾ തന്നെ അത് കോഴിക്കോട് കോർപ്പറേഷനിലും മലപ്പുറത്തുമൊക്കെ അതിൻ്റെ പ്രശ്നങ്ങളായി തുടങ്ങിയിട്ടുണ്ട്. കാരണം അവർക്ക് കൂടുതൽ സീറ്റ് വേണമെന്ന് അവർ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രശ്നങ്ങളുണ്ട് അതിനകത്ത്. അതിനി വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇനി ആഗോള തലത്തിലുള്ള ഇസ്ലാമൈസേഷൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ. അത് മൈനോറിറ്റി പൊളിറ്റിക്സ് പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് ഇസ്ലാമിക് ഏകീകരണമാണ്. മുസ്ലിം വോട്ടുകൾ ഏകീകരിച്ച് കോൺഗ്രസ്സിന് ലഭിക്കണം എന്നാണ് അവരുടെ ഇംഗിതം. അതിനുവേണ്ടിയാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ ഈ പറയുന്ന നിലപാടുകളെ CPM നേരത്തെ അംഗീകരിച്ചെങ്കിൽ ഇപ്പോൾ തള്ളിപ്പറയുക ചെയ്തത്. കോൺഗ്രസും ഇപ്പോൾ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ തള്ളിപ്പറയേണ്ട അവസ്ഥയില്ല. കാരണം ഈ ജമാഅത്ത് ഇസ്ലാമിയെ കൂടെ നിർത്തുന്നത് മുസ്ലിം ലീഗിന് ഒട്ടും ഇഷ്ടപ്പെടില്ല. അത് സ്വാഭാവികമല്ല. അല്ല, മുസ്ലിം ലീഗാണ് ഇപ്പോൾ അതിനുവേണ്ടി നിൽക്കുന്നത്. ആണ്, പക്ഷേ ഈ സീറ്റ് വിഭജനം വരുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകും. അല്ലെന്ന് അതൊന്നുമില്ല. അവർ വിശാല മുസ്ലിം താല്പര്യത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കും. അപ്പോൾ എതിർപ്പുണ്ടാവില്ല. പക്ഷെ അന്നേരം ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ നിലപാടുകളെ അവർ അംഗീകരിക്കുന്നു എന്ന് UDF പരസ്യമായിട്ട് പറയേണ്ടി വരില്ലേ? അതെ, അവർ അംഗീകരിച്ചിട്ടുണ്ടല്ലോ പരസ്യമായിട്ട്. അല്ലെ, നമുക്ക് കൂടി കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഐക്യം ഉണ്ടായിരുന്നു, കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ അവരുടെ നിലപാടുകൾ അംഗീകരിക്കാതെ ഐക്യം ഉണ്ടാകുമോ? അപ്പോൾ CPM എപ്പോഴും ഈ ന്യൂനപക്ഷ പ്രീണനം നടത്തിക്കൊണ്ടിരിക്കുന്നില്ലേ? ഇതേ CPM ഇതിനെ പ്രതിരോധിക്കാൻ എന്ത് തന്ത്രം? അല്ല, CPM CPM ഈ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ പ്രീണനത്തിൽ നിന്ന് അകന്നല്ലോ. അത് ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലല്ലേ ഈ വരുന്നത്? അല്ല, ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും പുള്ളി അകന്നു കഴിഞ്ഞല്ലോ. അതുകൊണ്ടല്ല അയ്യപ്പ സംഗമത്തിന് പോയത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഹിന്ദു സമുദായ സംഘടനകളുടെ പിന്തുണ മുഴുവൻ അവർ ഉറപ്പാക്കിയല്ലോ. CPM NSS CPM-നെതിരാണ്? അല്ല. SNDP CPM-നെതിരാണ്? അല്ല. ഹിന്ദു ജാതി സംഘടനകൾ ഒന്നും തന്നെ CPM-നെതിരില്ലാത്ത ഒരു അന്തരീക്ഷം അവർ ഉണ്ടാക്കിയെടുത്തല്ലോ. സാർ, ഈ NSSO SNDPയോ പറഞ്ഞാൽ മാത്രം അനുസരിക്കുന്ന ഒരു ഹിന്ദു സമൂഹമല്ല കേരളത്തിലുള്ളത്. കൂടാതെ ശബരിമലയിലെ സ്വർണ്ണപ്പാളി കവർച്ചയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം ഉണ്ടായപ്പോൾ CPM എന്ന് പറയുന്ന പാർട്ടിയാണ് ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിച്ചതെന്നും ഇവർ ഇത്രയും കാലം ന്യൂനപക്ഷ പ്രീണനമാണ് നടത്തിയതെന്നും മനസ്സിലാക്കുന്ന ഒരു വലിയ ഹിന്ദു സമൂഹം ഇവിടെയുണ്ട്. അവരുടെ റിയാക്ഷൻ ഇതിന് തിരിച്ചടിയാവില്ലേ? അല്ല, അതിനകത്തൊരു കാര്യമുള്ളത്, സിനിജു പറഞ്ഞാലൊരു ചെറിയ തിരുത്ത് വേണം. ശരിയായിട്ടുള്ള ഭാഗം എന്താണെന്ന് വെച്ചാൽ, മൊത്തം ഹിന്ദു ഇപ്പോൾ മൊത്തം നായന്മാർ സുകുമാരൻ നായർ പറഞ്ഞാൽ കേൾക്കില്ല എന്ന് സുനിജി പറയുന്നത് ശരി. മൊത്തം ഈഴവർ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞാൽ കേൾക്കില്ല എന്ന് പറയുന്നത് ശരി. മൊത്തം ധീവരർ ദിനകരൻ പറഞ്ഞാൽ കേൾക്കില്ല എന്ന് പറയുന്നതും ശരി. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ സമുദായ സംഘടന നേതാക്കൾ പറഞ്ഞാൽ കേൾക്കുന്ന 30% പേര് ആ സംഘടനകളിലുണ്ട്, ആ സമുദായത്തിലുണ്ട്. എന്ന് വെച്ചാൽ 90%-ഓളം പേര് അല്ല, 30% പേര് ഓരോ സംഘടനയും 30% നായന്മാർ NSSൻ്റെ തീരുമാനത്തിന് അനുകൂലമായിട്ട് നിൽക്കും. 30% ഈഴവർ വെള്ളാപ്പള്ളി നടേശൻ എടുക്കുന്ന തീരുമാനത്തിന് അനുകൂലമായിട്ട് നിൽക്കും. എന്താ കാര്യം എന്നറിയാമോ?
ആ സംഘടനകൾ കൊണ്ടുള്ള ബെനിഫിഷ്യറീസാണ് അവർ. അവർക്ക് അതിൻ്റെ ആനുകൂല്യം കിട്ടുന്നുണ്ട്. വെള്ളാപ്പള്ളി മൈക്രോ ഫിനാൻസിലൂടെ ഏറ്റവും ദരിദ്രരായ ഈഴവ സ്ത്രീകൾക്ക് പണം കൊടുത്തിട്ടുണ്ട്. അവർക്കൊരു സഹായമല്ലേ അത്? അതെ, അത് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ 30% പേര് ഈ നേതാക്കൾ പറയുന്നതനുസരിച്ച് വോട്ട് ചെയ്യും. ബാക്കി 70% ഇല്ലേ, ആ 70% ഡിവൈഡഡ് ആണ്. ആ 70% ഡിവൈഡഡ് ആണ്. ആ മറ്റേ 70%-ത്തിൽ നിന്ന് വീണ്ടും ഒരു 30% കൂടി കിട്ടിക്കഴിഞ്ഞാൽ മൊത്തം സമുദായത്തിൻ്റെ 60% വോട്ട് കിട്ടിക്കഴിഞ്ഞു. ബാക്കി 30 പോയിക്കോട്ടെ. ആ 30% നിങ്ങൾ പറയുന്ന അനുസരിച്ചിട്ടാണ്. ഇവർ പറയുന്നതൊന്നും കേൾക്കില്ല. അവർക്ക് തോന്നിയ രീതി ചെയ്തോട്ടെ. പക്ഷെ മറ്റത് കിട്ടും. പിന്നെ ഇനി വേറൊന്നില്ലേ, 92 ലക്ഷം പേർക്കാണ് ഈ സഹായധനം പ്രഖ്യാപിച്ചേക്കണം. കേട്ടല്ലോ? അതെ. ഈ സഹായധനം സ്വീകരിക്കുന്നതിൽ മെജോറിറ്റി ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണ്? ബാക്ക്വേർഡ് ഹിന്ദുസ് അല്ലേ? അതെ. നമുക്ക് നമ്മുടെ നാട്ടിൻ പുറത്ത് അറിയാമല്ലോ. അതെ. ഈ വാർദ്ധക്യ പെൻഷനായാലും വിധവാ പെൻഷനായാലും മറ്റേത് കാര്യമായാലും ഇത് കിട്ടുന്നതിൽ ഇതിന് അർഹരായിട്ട് വരുന്നവരിൽ ഭൂരിപക്ഷം പേര് ആരാണ്? ഭൂരിപക്ഷം പേരും ഈ ഹിന്ദു ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരാണ്. അവരുടെ വോട്ട് കിട്ടണം. അതൊരു പ്രധാനപ്പെട്ട കാര്യം. അവരിപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നിങ്ങൾക്ക് 2000 രൂപ ഒരു മാസം നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കേ, ഞാൻ വന്നുകൊണ്ട് പറയുന്നു ആ 2000 രൂപ കാര്യമാക്കണ്ട, ഞാൻ വന്നു കഴിഞ്ഞാൽ 5000 രൂപ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിന്ന് വിശ്വസിക്കുക? ഇല്ല. ആ 2000 കിട്ടുന്ന, ഞാൻ പറഞ്ഞ ഈ 2000 വെച്ച് ഇവരുടെ സഹായം ലഭിക്കുന്ന ഈ എത്രയാണ് 92 ലക്ഷം പേര്, ആ 92 ലക്ഷം പേരിൽ ഒരു 50% പേരെങ്കിലും അവരുടെ കൂടെ നിൽക്കുക. ബാക്കി വിട്. ആ കൂടെ നിൽക്കുന്ന ഭൂരിപക്ഷ വിഭാഗത്തിൽപ്പെട്ടതാണ് ബാക്ക്വേർഡ് ഹിന്ദു കമ്മ്യൂണിറ്റിയിൽപ്പെട്ടതാണ്. അതാണ് EMSൻ്റെ ഭാഷയിൽ പറഞ്ഞ ഈഴവരാതി പിന്നാക്ക വിഭാഗങ്ങൾ കൂടി നമ്മളോടൊപ്പം വരണമെന്ന്. ആ ഈഴവരാതി പിന്നാക്ക വിഭാഗങ്ങളെ കൂടെ നിർത്തുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഇവരിപ്പം മുസ്ലിം ലീഗിനെയും മറ്റേ ജമാഅത്തെ ഇസ്ലാമിയ അതുപോലുള്ള സംഘടനകളുമായിട്ടും കൂട്ടുചേരില്ല. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. അത് കഴിഞ്ഞ് വരട്ടെ, അന്നേരത്തല്ലേ. പക്ഷേ ഇതേ കാര്യം തന്നെ 6 മാസം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇതേ രീതിയിൽ നിൽക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പായുണ്ട്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ചിലപ്പോൾ മാറാം. രാഷ്ട്രീയമല്ലേ എന്ന്, രാഷ്ട്രീയം ലാസ്റ്റ് മിനിറ്റിലും ഒരു വലിയ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ രാഷ്ട്രീയം മാറില്ലേ? അതെ, അവസരങ്ങളുടെ കടയല്ല. അല്ല, ഈ ഫ്ലോട്ടിങ് നിൽക്കുന്ന വോട്ടേഴ്സിൽ അപ്പോൾ ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ എങ്ങോട്ട് തിരിയുന്നത് അനുസരിച്ച് മാറില്ല. ഇതിപ്പോൾ അങ്ങനെയല്ല. ഇത് സിസ്റ്റമാറ്റിക്കായിട്ട് വർക്ക് ചെയ്തൊരു ഭൂരിപക്ഷം ഉറപ്പിക്കാനുള്ള ശ്രമമാണ് ഇടതുപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ്, അല്ലാണ്ട് ജമാഅത്ത് ഇസ്ലാമിയായിട്ട് അവർക്ക് അഭിപ്രായ വ്യത്യാസം ഒന്നുമില്ല. ഏത് സമയത്തും അവർ ചേരുകയും ചെയ്യും. ഇപ്പോൾ ആഗോള അടിസ്ഥാനത്തിൽ പല സ്ഥലത്തും ലെഫ്റ്റും ഇസ്ലാമിസ്റ്റുകളും ഒരുമിച്ചാണ് നിൽക്കുന്നത്, അമേരിക്കയിൽ പോലും. അപ്പോൾ ആ ലെഫ്റ്റ് ആൻഡ് ഇസ്ലാമിസ്റ്റ് ഒരു ഐക്യം വന്നുകൂടായികയില്ല. അത് വന്നു കഴിയുമ്പോൾ ഇത് മാറിയെന്നിരിക്കും. ഇപ്പോൾ കേരളത്തിൽ അതില്ല. അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്ത് സംഭവിക്കുന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.